ചെമ്പനീർ പൂവിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി രേവതി ഇങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി ഹോളിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ സച്ചിയുടെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയുടെ ഫ്രണ്ടിൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടായിരിക്കും വരുന്നത്. അവർ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വരുന്ന വരവായിരിക്കും. പോകുന്ന വഴിയിൽ തന്നെ സച്ചിയുടെ വീട്ടിലും കൂടി കയറിയിട്ട് സച്ചിക്കും കൂടി പ്രസാദം കൊടുത്തിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവർ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ പ്രസാദമൊക്കെ രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ ഒരു ഫ്രണ്ടിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എവിടെ വീട്ടിലുള്ളവർക്ക് മാത്രമേ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുള്ളൂ, ഞങ്ങൾക്കൊന്നും തരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ, ദോശ ചുടേണ്ട സമയം മാത്രമേ ഉള്ളൂ, നിങ്ങളിരിക്കും ഞാൻ ഭക്ഷണം വിളമ്പാമെന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ ദോശ ചുട്ടു കൊടുക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ അവരെ ഇരുത്തി കഴിപ്പിക്കുന്നുണ്ട്. അവർ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഭക്ഷണം അങ്ങനെ കഴിപ്പിക്കാണ്. രേവതി വേഗം അടുക്കളയിൽ ചെന്നിട്ട് നിർത്താതെ അങ്ങനെ വേഗം ദോശ ചുട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ദോശയായിട്ട് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് അങ്ങനെ ചുട്ടു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. സച്ചി അവർക്ക് തുണയായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത്. സച്ചിയുടെ ഫ്രണ്ട്സ് അവിടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് ശ്രുതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി ഒട്ടും മൈൻഡ് ചെയ്യാതെ നേരെ അടുക്കളയിലേക്ക് പോവാണ്. ശ്രുതി നേരെ കിച്ചണിലേക്ക് വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി ശ്രുതിക്ക് ഓഫീസിലേക്ക് പോവാറായി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതിക്ക് ടിഫിൻ റെഡിയാക്കാൻ വേണ്ടി പറയും. അപ്പോൾ രേവതി പറഞ്ഞിട്ട്, അയ്യോ ശ്രുതി, ഞാനിപ്പോൾ അവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ദോശ ചുട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവരുടെ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തരാം, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറയട്ടെ ശ്രുതിയോട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ശ്രുതിക്ക് ഓഫീസിലേക്ക് പോവാറായി, ശ്രുതിക്കൊന്ന് ചെന്നിട്ട് ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. ശ്രുതി ഒരു ഹോം അപ്ലയൻസസിൻ്റെ ഷോറൂമിലായിരിക്കും, അതുകൊണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട്, ഇന്ന് ശ്രുതിക്ക് നേരത്തെ പോയിട്ടൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ടിഫിൻ റെഡിയാക്കിയേ പറ്റൂ, ഇനി വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, എത്രയും പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കണമെന്ന് പറയുന്ന സമയത്തിന് രേവതി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ശ്രുതിക്ക് അത് നേരത്തെ തന്നെ പറയാമായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് വന്നിട്ട് ഭക്ഷണം വേണമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഇപ്പോൾ ഏതായാലും അവിടെ ഗസ്റ്റ് വന്നിരിക്കില്ലേ, സച്ചേട്ടൻ്റെ ഫ്രണ്ട്സാണ് അവരിപ്പോൾ തന്നെ കഴിച്ചിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോവും. അങ്ങനെ അവരവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ശ്രുതി പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കാട്ടോ രേവതി. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ രേവതി എന്താ പറഞ്ഞു വരുന്നത്, അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ശ്രുതി വെയിറ്റ് ചെയ്യണമെന്നാണ് രേവതി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതെല്ലാം തന്നെ സച്ചിയേട്ടൻ്റെ ഫ്രണ്ട്സാണ്, അതുകൊണ്ട് അവരെ ഇൻസൾട്ട് ചെയ്യാനൊന്നും പറ്റില്ല, നീ ഒരു 10 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ ശ്രുതി, 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവർ കഴിച്ചു പോയതിന് ശേഷം നിനക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും ശ്രുതിക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ശ്രുതി നേരെ ദേഷ്യപ്പെട്ട് നേരെ സുധീരുടെ അടുത്തേക്ക് പോവാണ്. ശ്രുതി നേരെ സുധിയോട് പോയിട്ട് പറഞ്ഞിട്ട്, നീ ഏതായാലും 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അവരവിടെ നിന്ന് കഴിച്ചു പോയതിന് ശേഷം മാത്രമേ നിനക്ക് അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് രേവതി പറഞ്ഞു എന്നായിരിക്കട്ടെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, എന്തിനാ ഞാനങ്ങനെ വല്ലവർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്, ഇതെൻ്റെ വീടാണ്, എനിക്കങ്ങനെ വിശപ്പ് സഹിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. ശ്രുതി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിക്കുകയാണ്. അവർ കഴിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് എനിക്കെന്താ കഴിക്കാൻ പറ്റില്ലേ, എനിക്കിങ്ങനെ വിശപ്പ് സഹിക്കേണ്ട നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ ശ്രുതി ഒച്ചത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സച്ചിയുടെ ഗസ്റ്റ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അവരിതെല്ലാം കേൾക്കുകയാണ്. ഇത് കേട്ടോട് നിൽക്കുന്ന സമയത്തിന് സച്ചിക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ടോ. ഗസ്റ്റിനാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. അവർ ഭക്ഷണം കഴിക്കലൊക്കെ നിർത്തിവെച്ചിട്ട് സച്ചിനെ തെന്നിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് സച്ചി പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ കഴിച്ചോ, അവൻ ഫോണിൽ മറ്റാരോടോ സംസാരിക്കാണെന്ന് തോന്നുന്നു, നിങ്ങൾ ഏതായാലും ഭക്ഷണം കഴിക്കും, ശ്രുതി മറ്റാരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ സച്ചി പറഞ്ഞിട്ട് അവരിങ്ങനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയായിരിക്കും വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നത്. അവർക്കറിയാവുന്ന സച്ചിയുടെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും ഇത്. എന്നിട്ട് വർഷയും ശ്രീകാന്തും പറഞ്ഞിട്ട്, നിങ്ങൾ വന്നോ, നിങ്ങൾ ഏതായാലും കഴിക്കുക എന്നൊക്കെ പറയും. ഇതേ സമയത്താണ് ശ്രുതി അവിടെ മുകളിൽ ഒച്ചയെടുക്കുന്ന സംസാരമെല്ലാം തന്നെ താഴേക്ക് കേൾക്കുന്നത്. ശ്രുതിയുടെ സംസാരം വളരെ മോശമായ രീതിയിൽ വർഷക്കും ശ്രീകാന്തിനും സച്ചിക്കൊക്കെ തോന്നുന്നുണ്ടോ. എന്നിട്ട് അവരെല്ലാവരും ഇവരുടെ ഈ ഒരു ഗസ്റ്റിൻ്റെ മുന്നിൽ കൊച്ചായതുപോലെ തോന്നും. സച്ചിയുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ആകെ അങ്ങ് ചമ്മി പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ 1 മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മുകളിലേക്ക് സുധീരുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് സുധീരുടെ അടുത്തേക്ക് പോയിട്ട് സുധിയോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്, എടാ നീ എന്താണ് ഇങ്ങനെ ഒച്ച എടുത്ത് സംസാരിക്കുന്നത്, താഴെ ഗസ്റ്റ് വന്ന കാര്യം നിനക്കറിയില്ലേ? അപ്പോൾ സുധി ചോദിക്കുന്നത്, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതെൻ്റെ വീടല്ലേ, നിൻ്റെ ഭാര്യ പറഞ്ഞു അവരവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് വരെ ഞാനിവിടെ വിശപ്പ് സഹിച്ചിട്ട് കാത്തിരിക്കണമെന്ന്, അല്ല അവൾ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ സുധി അങ്ങ് ദേഷ്യപ്പെടുന്ന സമയത്ത് സച്ചി പറഞ്ഞിട്ട്, സുധി നീ ഒന്നും മിണ്ടാതിരിക്ക്, നീ എന്തിനാ ചുമ്മാതിങ്ങനെ ബഹളം വെക്കുന്നത്, അവരിതേ ഇപ്പം കഴിച്ചിട്ട് പോവും, ഒരു 10 മിനിറ്റ് മാത്രമല്ലേ നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോളൂ, അല്ലെങ്കിൽ പിന്നെ നിനക്ക് അർജൻറ്റ് ആണെങ്കിൽ നീ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ, അതിനൊന്നും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അപ്പോൾ സുധി ചോദിക്കുന്നത്, പിന്നെ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഞാൻ ആരാ, നിന്നെ പോലുള്ള സ്റ്റാറ്റസ് കുറഞ്ഞ ഡ്രൈവേഴ്സിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ തരം താഴ്ന്ന ജോലി ചെയ്യുന്ന ഡ്രൈവേഴ്സിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണോ ഞാൻ,
നീ ഇങ്ങനെ രാവിലെ തന്നെ ഓരോരുത്തരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് എൻ്റെ സമയം കൂടി വെറുതെ വേസ്റ്റ് ആക്കി കളയണോ? സമയത്തിനൊക്കെ വിലയുള്ള ആൾക്കാരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് സുധി ഇങ്ങനെ ദേഷ്യപ്പെടാൻ തുടങ്ങട്ടെ സച്ചിയോട്. എന്നാൽ മുകളിലെ റൂമിൽ നിന്ന് സച്ചി സുധിയോട് വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സച്ചിയുടെ ഫ്രണ്ട്സ് താഴെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവർ കഴിച്ചിട്ട് പകുതിയോളമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവരുടെ ഈ ഒരു ഒച്ചപ്പാടും ബഹളമെല്ലാം കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ആകെ ഒരു ഇൻസൾട്ട് ആയതുപോലെ തോന്നണം അവർക്ക് എന്ന് മാത്രമല്ല അവരവിടെ നിന്ന് കഴിക്കാതെ എഴുന്നേറ്റ് പോകും. അവർക്കത് വളരെയധികം ഇൻസൾട്ടായി തോന്നിയത് കൊണ്ടായിരിക്കട്ടെ കഴിക്കലൊക്കെ നിർത്തിയിട്ട് അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോകുന്നത്. ആ സമയത്തൊക്കെ രേവതി അവരെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവരതിനൊന്നും സമ്മതിക്കുന്നില്ല. ശ്രീകാന്തും വർഷയൊക്കെ വന്നിട്ട് നിങ്ങൾ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവരതിനൊന്നും കഴിക്കാനൊന്നും നിൽക്കാതെ അവരവിടെ നിന്നങ്ങ് പോവാണ്. സച്ചി ഏതായാലും സുധിയോട് ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സുധിയെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്നെങ്കിൽ ഇറങ്ങിപ്പോന്നിട്ട് എടാ സാരമില്ലടാ അതൊക്കെ വെറുതെ അവൻ പ്രശ്നമുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ താഴേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് അവിടെയുള്ള ഗസ്റ്റിനെയൊന്നും കാണുന്നില്ല. അവരൊക്കെ അവിടെ നിന്നും പോയിട്ടുണ്ടാവും. അവർ പോയി എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ സച്ചിക്ക് വല്ലാത്തങ്ങ് സങ്കടം തോന്നും, ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് സുധിയോട് ചോദിക്കുന്നുണ്ട് എടാ ഇപ്പം നിനക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സുധി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എൻ്റെ മെക്കെട്ട് കയറുന്നത്, അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറയുന്നുണ്ട് പിന്നെ ഒരാൾ വീട്ടിൽ വന്നിട്ട് ഗസ്റ്റായിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണോ നിൻ്റെ ഇങ്ങനെയുള്ള സംസാരമൊക്കെ? അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്തിനാ എൻ്റെ സുധീനെ എങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? നിങ്ങൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടല്ലേ, ഇവിടെ സുധിക്ക് ഭക്ഷണമില്ല എന്നൊക്കെ രേവതി പറഞ്ഞതുകൊണ്ടല്ലേ സുധി ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് സുധി നീ ഇപ്പം ചെയ്തതേതായാലും ഒട്ടും തന്നെ ശരിയല്ല, വളരെ മോശം സ്വഭാവമാണ് നീ ചെയ്തത്. വീട്ടിൽ ഗസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ അവരെ കേൾക്കത്തക്ക വിധത്തിൽ ഇങ്ങനെ സംസാരിച്ചത് ഒട്ടും തന്നെ ശരിയായില്ല എന്ന് പറയട്ടെ ശ്രീകാന്ത്. എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട്, ഒരു 10 മിനിറ്റ് നീ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്ന് വിചാരിച്ചത് നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചേർന്നിട്ട് സുധീനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അപ്പോൾ സുധി പറയുന്നുണ്ട് ഇവിടെ എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, വല്ലവർക്കും വേണ്ടിയിട്ട് ഞാൻ എന്തിനാ വെറുതെ എൻ്റെ വിശപ്പ് കളയുന്നത്? ഞാൻ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനും എൻ്റെ സമയം കളയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടണം, അത്രയേ ഉള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുന്ന സമയത്തിന് സച്ചിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് സുധിയെ വലിച്ചഴിച്ച് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട് നീ കഴിക്ക്, വയറ് നിറച്ചങ്ങ് കഴിക്ക്, നിനക്ക് ഭക്ഷണമല്ലേ വേണ്ടത് എന്നൊക്കെ പറയും. എന്നിട്ട് ആ കാസറോളിൽ ഇരിക്കുന്ന മുഴുവൻ ദോശ എടുത്തിട്ട് അവൻ്റെ പ്ലേറ്റിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു കറിയൊക്കെ മുക്കിയിട്ട് സുധിയുടെ വായിലേക്ക് അങ്ങ് കുത്തി തിരികെ കൊടുക്കട്ടെ സച്ചി. ഇതൊക്കെ കാണുന്ന സമയത്തിന് സുധിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റുകൊണ്ട് തന്നെ സച്ചിയോട് ചോദിക്കുന്നത് എന്താടാ നീയൊക്കെ ഇതൊക്കെ കുത്തി തിരികിയിട്ട് എന്നെ അങ്ങ് കൊല്ലാൻ നോക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറഞ്ഞിട്ട് നിനക്കല്ലേ ഭക്ഷണം വേണമെന്ന് പറഞ്ഞത്, നീ പറഞ്ഞില്ലേ നീ നിൻ്റെ കാര്യം മാത്രമല്ലേ നോക്കുള്ളൂ എന്ന്, അങ്ങനെയാണെങ്കിൽ നീ കഴിക്കടാ, നിനക്കല്ലേ വിശപ്പുണ്ട് എന്ന് പറഞ്ഞത്, നീ നല്ലോണം അങ്ങ് കഴിക്കടാന്നൊക്കെ പറയും. നിൻ്റെ വിശപ്പ് നല്ലോണം അങ്ങ് മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു ദോശ എടുത്തിട്ട് സുധിയുടെ വായിലേക്ക് അങ്ങ് കുത്തിക്കയറ്റാൻ നോക്കട്ടെ സച്ചി. അപ്പോൾ സുധി പറഞ്ഞിട്ട് എടാ എനിക്ക് മനസ്സിലായടാ, നീ എന്നെ കൊല്ലാൻ നോക്കല്ലേ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ചാവല്ലേ വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറഞ്ഞത് ഞാൻ നിന്നെ കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല, നിൻ്റെ വിശപ്പ് മാറാൻ വേണ്ടി നിനക്ക് ഭക്ഷണം വാരി തന്നതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സുധി പറഞ്ഞിട്ട് എടാ നീ കൊല്ലാൻ നോക്കിയത് തന്നെയായിരിക്കും, നിനക്കങ്ങനെ ക്രിമിനൽ മൈൻഡാണ്, നീ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തുകൊണ്ട് തന്നെ നീ ജയിലിൽ പോയതല്ലേടാ, ഒരു വട്ടം നീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് കൊണ്ട് തന്നെ നിൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നുള്ളൂ, നിനക്കൊരു ക്രിമിനൽ മൈൻഡാണ് എന്നൊക്കെ ഇങ്ങനെ സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കട്ടെ സുധി. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് സച്ചിയുടെ ദേഷ്യം അങ്ങ് ഇരട്ടിക്കാണ്. കാരണം പണ്ട് നടന്ന ആ ഒരു കഥയെ ആസ്പദമാക്കിയിട്ടായിരിക്കട്ടെ സുധി ഇങ്ങനെയൊക്കെ പറഞ്ഞത്. സുധി വലിയൊരു തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് സച്ചിക്കായിരിക്കും. തെറ്റ് ചെയ്ത സുധി പോലും തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് സച്ചിക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വരികയാണ്. സച്ചിക്ക് ഇത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ തൊട്ടടുത്തൊരു കത്തിയെടുത്തിട്ട് സുധീനെ ഇങ്ങനെ കുത്താൻ പോകുന്ന ഒരു സീനാട്ട കാണിക്കുന്നത്. സുധി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും സച്ചി ആ ഒരു കത്തിയുമായിട്ട് സുധിയുടെ പുറകെ ഓടിയിട്ട് സുധീനെ ഇങ്ങനെ കുത്താൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്തായിരിക്കട്ടോ വർഷയുടെ അമ്മ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വർഷയുടെ അമ്മ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ആകങ്ങ് പേടിച്ച് ഷോക്കായിട്ട് ഇങ്ങനെ ഷോക്കോട് നോക്കി നിൽക്കുകയായിരിക്കും. വർഷയുടെ അമ്മ കാണുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് സച്ചി ഇങ്ങനെ ഒരു കത്തിയെടുത്തിട്ട് സുധീനെ കൊല്ലാൻ നിൽക്കുന്നതായിരിക്കും. സുധി ഇങ്ങനെ പേടിച്ച് വിറച്ച് സച്ചിയുടെ കത്തിക്ക് മുന്നിൽ ആകങ്ങനെ പേടിച്ച് വിറച്ച് നോക്കി നിൽക്കുന്നതായിരിക്കും വർഷയുടെ അമ്മ കാണുന്നത്. അതുകൊണ്ട് തന്നെ വർഷയുടെ അമ്മ അവിടെ വീണ്ടും കുറ്റപ്പെടുത്തുന്നത് സച്ചിയെ തന്നെയായിരിക്കും. വർഷയുടെ അമ്മ സച്ചിനെ വല്ലാതെ അങ്ങ് തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതെല്ലാം തന്നെ വർഷ ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നീട് കാണിക്കുന്നത് സച്ചി ചെറുപ്പത്തിൽ ജയിലിൽ പോയൊരു കഥയാണ്. ദുർഗുണ പാഠശാലയിലായിരുന്നിട്ട് സച്ചി കുറേ കാലം പഠിച്ചിരുന്നതൊക്കെ. പക്ഷേ അന്നും സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരിക്കും സുധിയായിരുന്നു തെറ്റ് ചെയ്തിരുന്നത്. ചന്ദ്രമതിക്ക് ഏറെ ഇഷ്ടമുള്ള സുധി ആ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും തൻ്റെ അമ്മ അത് സഹിക്കില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അമ്മയുടെ വിഷമം കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടോ സുധി ചെയ്ത തെറ്റ് പോലും സച്ചി അന്ന് ഏറ്റെടുത്തത്. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റോട് കൂടി തന്നെ ചന്ദ്രമതിക്ക് പിന്നീട് സച്ചിയോട് വെറുപ്പായിരിക്കും. അത്ര വലിയൊരു തെറ്റ് ചെയ്തത് സച്ചിയാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടോ ഇപ്പോഴും ചന്ദ്രമതിയുടെ മനസ്സിൽ സച്ചിയോടുള്ള ആ ഒരു വെറുപ്പിൻ്റെ കാരണം പാവം സച്ചി തൻ്റെ അമ്മയുടെ മനസ്സ് ഒരിക്കലും വേദനിക്കരുത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടോ അത്രയും വലിയൊരു തെറ്റ് താൻ സ്വയം ഏറ്റെടുത്തത്. ഇനി അങ്ങനെ ചെമ്പനീർ പൂവിൽ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.